ഗ്രാമത്തിന്റെ പതിവ് നിശബ്ദതയ്ക്കുമീതെ രാത്രിയുടെ പുതപ്പ് വീണു. അതോടെ ഗ്രാമം പതുക്കെ പതുക്കെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. സമയം രാത്രി 11 മണി. ആ വീടിന്റെ വാതിൽക്കൽ ഒരു മുട്ടുകേട്ടു. കുടുംബനാഥൻ ഉറക്കമുണർന്നു. അച്ഛൻ അകത്ത് വിളക്ക് തെളിക്കുകയും വാതിൽ തുറക്കുകയും ചെയ്യുന്നത് കേട്ട് 14കാരനായ മകനും ഉറക്കമുണർന്നു. അവനൊപ്പം ബന്ധുക്കളായ 2 പേരും ഉണ്ടായിരുന്നു. മുറ്റത്ത് അവർക്ക് പരിചിതരായ ചില ഗ്രാമവാസികൾ ഉണ്ടായിരുന്നു. എന്താണ് രാത്രിയിൽ കാര്യം എന്ന ഗ്രഹനാഥന്റെ ചോദ്യത്തിന് വരൂ, ഒരു കാര്യം ചോദിക്കാനുണ്ട് എന്നായിരുന്നു മകന്റെ നേരെ നോക്കി അവരുടെ പ്രതികരണം. പാതിരാത്രിയിൽ ഉറക്കത്തിൽ നിന്നും വിളിച്ചെഴുന്നേൽപ്പിച്ച് എന്തു കാര്യം ചോദിക്കാൻ എന്ന് ഗ്രഹനാഥൻ ചോദിച്ചോ എന്നറിയില്ല. അതെന്തായാലും മകൻ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു. കൂടെ ബന്ധുക്കളായ ചെറുപ്പക്കാരും. ഗ്രാമവാസികളായതിനാൽ അവൻ അവരെ സംശയിച്ചില്ല എന്നതാണ് സത്യം. പതിയിരുന്ന് ഇരയെ ആക്രമിക്കുന്ന വേട്ടക്കാരനെ പോലെ പെട്ടെന്ന് അവർ 3 പേരുടെയും മേലെ ചാടി വീണു. അവർ മകനെ ആദ്യം കീഴ്പ്പെടുത്തി. പിന്നെ അവനെ വലിച്ചിഴച്ച് ഇരുളിലേക്ക് കൊണ്ടുപോയി. അച്ഛാ, അച്ഛാ! മകൻ ഉറക്കെ നിലവിളിച്ചു. എന്റെ മോനെ വിടൂ, അവനെ ഒന്നും ചെയ്യരുതേ! അച്ഛൻ നിലവിളിച്ചുകൊണ്ട് അവരുടെ പിന്നാലെ പാഞ്ഞു. പക്ഷേ ആ അച്ഛന് മകനെ അക്രമികളുടെ കൈകളിൽ നിന്ന് രക്ഷിക്കാനായില്ല. ഗ്രാമത്തിന്റെ തൊട്ടടുത്തുള്ള കാട്ടിലേക്കാണ് അക്രമികൾ മകനെ വലിച്ചിഴച്ചു കൊണ്ടുപോയത്. കാടിന്റെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് മകന്റെ നിലവിളി മുഴങ്ങിക്കൊണ്ടിരുന്നു. ഉറക്കത്തിലായിരുന്ന ഗ്രാമം ആ നിലവിളി കേട്ടില്ല. കേട്ടുവെങ്കിൽ തന്നെ അവനെ രക്ഷിക്കാൻ ആരെങ്കിലും വരുമായിരുന്നോ എന്നും അറിയില്ല. ഭൂമിയിലെ അവന്റെ അവസാനത്തെ ശബ്ദമായിരുന്നു അത്. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിനിരയാക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ എന്ന വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് സംഭവിച്ച ജീവത്യാഗമായിരുന്നു അത്. കേവലം ഒരു 14 വയസ്സുകാരന്റെ രക്തസാക്ഷിത്വം. അവന്റെ പേരായിരുന്നു സമരു മഡ്ഗാമി. നഷ്ടപ്പെടുത്തിയവർ. ഒഡീഷ എന്ന ഇന്ത്യൻ സംസ്ഥാനം പല കാരണങ്ങളാലും വളരെ കുപ്രസിദ്ധമാണ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ കാതുകളിൽ മുഴങ്ങുന്നത് ചില ആർത്തനാദങ്ങളാണ്. മുഖത്തേക്ക് ചീറ്റിത്തെറിക്കുന്നത് മനുഷ്യരക്തമാണ്. കാരണം കാണ്ടമാൽ കലാപം അത്തരത്തിലുള്ള ഒന്നായിരുന്നു. എല്ലാത്തിന്റെയും തുടക്കം 2008 ഓഗസ്റ്റ് 23 അന്നേ ദിവസമാണ് സ്വാമി ലക്ഷണാനന്ദ സരസ്വതി കൊല്ലപ്പെട്ടത്. ആ കൊലപാതകത്തിന്റെ കുറ്റം ക്രൈസ്തവരുടെ മേൽ ആരോപിക്കപ്പെട്ടു. അതോടെ ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു. ഏതൊരു സംഘർഷവും നീണ്ടുനിന്നാൽ 1-2 ദിവസങ്ങൾ, അതിനുശേഷം അടിച്ചമർത്തപ്പെടുകയാണ് പതിവ്. എന്നാൽ കാണ്ടമാൽ കലാപം അങ്ങനെയായിരുന്നില്ല. മാസങ്ങളോളമാണ് കാണ്ടമാൽ കലാപം നീണ്ടുനിന്നത്. ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ ആധുനിക ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായമായി കാണ്ടമാൽ കലാപം മാറുകയായിരുന്നു. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടന്ന ആസൂത്രിതമായ കൊലപാതകങ്ങൾ, അക്രമങ്ങൾ, കൂട്ടക്കൊലകൾ, അതായിരുന്നു കാണ്ടമാൽ കലാപം. ഹിന്ദുത്വ തീവ്ര സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു ക്രൈസ്തവർക്കും ക്രൈസ്തവ ദേവാലയങ്ങൾക്കും അവരുടെ വീടുകൾക്കും നേരെ അന്ന് ആക്രമണമുണ്ടായത്. കലാപത്തിനിടെ 2008 ഓഗസ്റ്റ് 24 ഒരു കന്യാസ്ത്രീയെ അക്രമികൾ കൂട്ട ബലാത്സംഗം ചെയ്തു. 100 കണക്കിന് ക്രൈസ്തവർ കൊല്ലപ്പെട്ടു. പക്ഷേ ഔദ്യോഗിക കണക്കുകളിൽ അത് 38 പേർ മാത്രമായി പരിമിതപ്പെട്ടു. 60,000-ഓളം പേർ ഭവനരഹിതരായി. പലർക്കും മാസങ്ങളോളം അഭയാർത്ഥി ക്യാമ്പുകളിലും കാടുകളിലും കഴിയേണ്ടി വന്നു. 300-ലധികം ഗ്രാമങ്ങൾ ആക്രമിക്കപ്പെട്ടു. ആയിരക്കണക്കിന് വീടുകളും 100 കണക്കിന് ആരാധനാലയങ്ങളും നാമാവശേഷമായി. 30ഓളം വരുന്ന മാവോയിസ്റ്റ് തീവ്രവാദികളാണ് സ്വാമിയുടെയും ശിഷ്യരുടെയും നേരെ വെടിയുതിർത്തത്. അക്രമ പരിസരത്തു നിന്ന് ലഘുലേഖകൾ പോലും ലഭിച്ചിരുന്നു. എന്നിട്ടും ക്രൈസ്തവരാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് ആരോപിക്കാനായിരുന്നു ഹിന്ദുത്വ തീവ്രവാദികളുടെ ശ്രമം.
മാവോയിസ്റ്റുകൾ സ്വാമി ലക്ഷ്മണാനന്ദയുടെ കൊലപാതക കുറ്റം ഏറ്റെടുക്കുക പോലും ചെയ്തുവെങ്കിലും ഹിന്ദുത്വ തീവ്രവാദികൾ ഉന്നം വെച്ചത് ക്രൈസ്തവരെ തന്നെയായിരുന്നു. അതിന്റെ ബാക്കി പത്രമായിരുന്നു ക്രൈസ്തവർക്ക് നേരെയുണ്ടായ ആക്രമണ പരമ്പര. ഇതോട് ചേർത്തു പറയേണ്ട ഒന്നാണ് ഒറീസയിലെ മതപരിവർത്തന നിരോധന നിയമം. ഇന്ത്യയിൽ മതപരിവർത്തനം നിരോധിച്ചുകൊണ്ട് നിയമം പാസാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഒഡീഷയായിരുന്നു. ക്രൈസ്തവ മതപരിവർത്തനം തടയുക എന്നതു മാത്രമായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ക്രൈസ്തവ മിഷണറിമാരുടെ നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങളാൽ തദ്ദേശീയരായ അനേകർ ക്രിസ്തുമതത്തിലേക്ക് സ്വമനസാലെ കടന്നു വന്നിരുന്നു. ഇത് തടയുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു മതപരിവർത്തന നിരോധന നിയമം നടപ്പിലാക്കിയത്. ഇപ്രകാരം കാണ്ടമാൽ കലാപത്തിന്റെയും മതപരിവർത്തന നിരോധന നിയമത്തിന്റെയും പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം 2020 ജൂണിൽ നടന്ന സമരു മഡ്ഗാമിയുടെ കൊലപാതക സംഭവങ്ങളെ പറ്റിയും അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിലേക്കും നാം കടന്നു ചെല്ലേണ്ടത്. ഒഡീഷയിലെ മൽക്കൻഗിരി ജില്ലയിലെ കെണ്ടുഗുഡ ഗ്രാമത്തിലായിരുന്നു സമരു മഡ്ഗാമിയുടെ ജനനം. ഒഡീഷയിലെ വനപ്രദേശങ്ങളോട് ചേർന്നുള്ള ഒരു ചെറിയ ഗ്രാമമാണ് കെണ്ടുഗുഡ. മൺപാതകൾ മാത്രമുള്ള ഒരു ഗ്രാമം. ചെറുകിട കർഷകരാണ് അവിടെയുള്ളത്, വെറും സാധാരണക്കാർ. ആദിവാസി സമൂഹത്തിൽപ്പെട്ടവരാണ് ഗ്രാമീണരിൽ പലരും. ഉപജീവനത്തിനായി അവർ കൃഷി ചെയ്യുകയും വനവിഭവങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നു. അന്നന്നത്തെ അപ്പത്തിനു വേണ്ടി അധ്വാനിച്ച് ജീവിക്കുന്നവർ, കാലാവസ്ഥയെ ആശ്രയിച്ച് ജീവിതം കെട്ടിപ്പടുക്കുന്നവർ, പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്നവർ. മൽക്കൻഗിരി ജില്ലയിലെ ഗ്രാമപ്രദേശങ്ങളിലേതുപോലെ ഇവിടെയും സാമൂഹികവും സാമ്പത്തികവുമായ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട് തന്നെയാണ് ആളുകൾ ജീവിതം തുഴഞ്ഞു മുന്നോട്ടു പോകുന്നത്. സാധാരണക്കാരായ ആളുകളാണ് ഇവിടെ താമസിക്കുന്നത് എന്നതിനാൽ തന്നെ മണിമാളികകളോ വലിയ കെട്ടിടങ്ങളോ ഇവിടെയില്ല. 2011 ജനസംഖ്യാ കണക്കുകൾ പ്രകാരം ഗ്രാമവാസികൾ എണ്ണം 412 ഭൂരിഭാഗവും പട്ടികവർഗ സമൂഹത്തിൽപ്പെട്ടവരും, വിദ്യാഭ്യാസമില്ലാത്തവർ, ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയോ അർഹിക്കുന്ന പരിചരണമോ ലഭിക്കാതെ പോകുന്നവർ. ഈ ഗ്രാമത്തിന്റെ മറ്റൊരു പ്രത്യേകത, അടുത്ത കാലത്തായി ഗ്രാമവാസികളിൽ ചിലർ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച് ജീവിക്കുന്നു എന്നതാണ്. പള്ളികൾ ഇല്ലാത്തതുകൊണ്ട് അവരിൽ പലരും ഏതെങ്കിലും വീടുകളിലാണ് പ്രാർത്ഥനയ്ക്കായി ഒരുമിച്ച് കൂടുന്നത്. പ്രാർത്ഥനാ കൂട്ടായ്മകൾ അവരുടെ ജീവിതത്തിന്റെ കേന്ദ്ര ഭാഗമാണ്. ഇവിടെ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. ഭൗതികമായ എല്ലാവിധ സുഖസൗകര്യങ്ങളിലുമാണ് നാം ജീവിക്കുന്നത്. നമ്മുടെ ആത്മീയ ജീവിതം പരിപോഷിപ്പിക്കാനും ബലപ്പെടുത്താനും കഴിയുന്ന വിധത്തിലുള്ള എല്ലാവിധ ഭൗതിക സാഹചര്യങ്ങളും നമുക്കുണ്ട്. മനോഹരമായ പള്ളികൾ, ഗതാഗത സൗകര്യങ്ങൾ, അത്രയൊക്കെ സൗകര്യങ്ങൾ അനുഭവിച്ചാണ് നാം ജീവിക്കുന്നത് എങ്കിലും നമ്മളിൽ എത്ര പേർ അതനുസരിച്ച് ദേവാലയ കാര്യങ്ങളിലും ഭക്തകാര്യങ്ങളിലും പങ്കാളിത്തം പുലർത്താറുണ്ട്? നിസ്സാര കാരണങ്ങളുടെ പേരിൽ ഞായറാഴ്ചകളിൽ പോലും പരിശുദ്ധ കുർബാന മുടക്കാൻ നമുക്ക് മടിയില്ല. ഇടവകയിലെ പ്രാർത്ഥനാ കൂട്ടായ്മകളോട് നാം മുഖം തിരിച്ചാണ് പലപ്പോഴും നിൽക്കുന്നത്. യാതൊരു ജോലിയും ഇല്ലാത്തവർക്ക് ഒത്തുകൂടാനുള്ളതാണ് പ്രാർത്ഥനാ കൂട്ടായ്മകൾ എന്ന മട്ടിലാണ് നാം അത്തരം കൂട്ടായ്മകളെ പലപ്പോഴും വിധി എഴുതുന്നത്. അനുവദിച്ചു കിട്ടിയ സൗഭാഗ്യങ്ങളെ നാം നിഷ്കരണം തള്ളിക്കളയുകയും ദൈവത്തോട് കൃതജ്ഞരായി ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മളെപ്പോലെ യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ലാതിരുന്നിട്ടും ദൈവാരാധനയ്ക്കായി ഇവർ കണ്ടെത്തുന്ന സമയത്തിന്റെയും സൗകര്യത്തിന്റെയും വില തിരിച്ചറിയേണ്ടത്. മൺഭിത്തികളുള്ള വീട്ടിലെ നിലത്തു വിരിച്ച പായയിൽ ചമ്രം പടിഞ്ഞിരിക്കുന്ന ഗ്രാമവാസികൾ, അവരുടെ മുൻപിൽ ചെറിയൊരു കുരിശുരൂപം, വിശുദ്ധ ഗ്രന്ഥം. സുവിശേഷ പ്രഘോഷകരാണ് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നത്. നടപടി പുസ്തകത്തിൽ നാം വായിക്കുന്നത് പോലെ ഒരേ മനസ്സോടെ ദൈവത്തെ ആരാധിക്കുകയും പുകഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നവരുടെ ലോകമാണ് ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്നത്. അവർ ലജ്ജയില്ലാതെ ദൈവത്തെ സ്തുതിക്കുന്നു, കരങ്ങൾ ഉയർത്തി ദൈവത്തെ വാഴ്ത്തുന്നു, വിശ്വാസപൂർവം തങ്ങളുടെ നിയോഗങ്ങൾ ദൈവസമക്ഷം സമർപ്പിക്കുന്നു, തിരുവചനം ധ്യാനപൂർവം വായിക്കുന്നു, അതനുസരിച്ച് ജീവിതം രൂപപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇത്തരത്തിലുള്ള നിഷ്കളങ്കവും നിഷ്കന്മഷവുമായ വിശ്വാസം നമ്മളിൽ എത്ര പേർക്കുണ്ട്?
തങ്ങൾ അന്നുവരെ ശീലിച്ചു വന്നിരുന്ന ജീവിത പരിസരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ക്രിസ്തീയ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ജീവിക്കേണ്ടി വന്നപ്പോൾ അത് അവരുടെ ജീവിതങ്ങൾ നൽകിയ ആശ്വാസം നിസ്സാരമായിരുന്നില്ല. ജീവിതത്തെ കൂടുതൽ പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടി കാണാൻ അവർക്ക് സാധിച്ചു. രോഗങ്ങളിലും ദാരിദ്ര്യത്തിലും സാമ്പത്തിക അരിശിതാവസ്ഥയിലും അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് ലഭിച്ചു. തങ്ങൾ ഇന്നുവരെ അനുഭവിക്കാത്തതും അറിഞ്ഞിട്ടില്ലാത്തതുമായ ഒരു ശക്തി തങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് അവർ മനസ്സിലാക്കി. ആ ശക്തിയുടെ പ്രേരണയനുസരിച്ച് ജീവിക്കാനുള്ള ശക്തമായ തീരുമാനം അവർ എടുക്കുകയും ജീവിതത്തിൽ നടപ്പിലാക്കുകയും ചെയ്തു. പക്ഷേ ഈ തീരുമാനങ്ങൾക്കനുസരിച്ച് ജീവിക്കുക എന്നതും അതനുസരിച്ച് മുൻപോട്ട് പോകുക എന്നതും അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. കാരണം ആ ഗ്രാമത്തിൽ അപ്പോഴും പ്രാകൃതമായ വിശ്വാസങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവരുണ്ടായിരുന്നു. അവർക്കിടയിൽ സത്യദൈവത്തെ പ്രഘോഷിച്ചുകൊണ്ട് ജീവിക്കുന്നവരുടെ ജീവിതം ദുഷ്കരമായിരുന്നു. പ്രത്യേകിച്ച് അവർ ന്യൂനപക്ഷം കൂടിയായിരിക്കുമ്പോൾ. സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവർ വിവേചനവും തിരസ്കരണവും അവഹേളനവും നേരിട്ടുകൊണ്ടിരുന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾ അവരെ ഒറ്റപ്പെടുത്തി. വലിയ മരങ്ങൾക്ക് കീഴിൽ വളരാൻ കഴിയാതെ നിൽക്കുന്ന ചെറുമരങ്ങളായിരുന്നു ആ ക്രൈസ്തവർ. എപ്പോൾ വേണമെങ്കിലും തങ്ങളുടെ മീതെ വലിയ വലിയ പ്രത്യാഘാതങ്ങൾ വന്നു പതിക്കാൻ സാധ്യതയുണ്ടെന്ന് അവർക്കറിയാമായിരുന്നു. എന്നിട്ടും അതിനെയൊന്നും അവർ ഭയപ്പെട്ടില്ല. കാരണം തങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണെന്ന് അവർക്കറിയാമായിരുന്നു. അവന്റെ കൃപയാലാണ് തങ്ങൾ നിലനിൽക്കുന്നത് എന്നും. ജനിച്ചു വീഴുന്ന നിമിഷം മുതൽ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഗന്ധവും നിറവും അനുഭവിച്ചു വളർന്നിട്ടുള്ളവരാണ് നമ്മളിൽ ഭൂരിപക്ഷവും. ജനിച്ചു കഴിഞ്ഞ് നിശ്ചിത ദിവസങ്ങൾക്ക് ശേഷം ജ്ഞാനസ്നാനപ്പെടുന്നതു മുതൽ നമ്മുടെ ക്രിസ്തീയ ജീവിത യാത്രയുടെ ആരംഭം കുറിക്കുകയായി. പിന്നീട് ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും വിശ്വാസത്തിൽ വളരാനും ജീവിക്കാനും കഴിയുന്ന അവസരങ്ങളുണ്ട്. ദൈവവുമായി ആത്മബന്ധത്തിലേക്ക് വളരാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. എന്നിട്ടും ജീവിതത്തിലെ പ്രതികൂലങ്ങളിൽ പലപ്പോഴും നാം വിശ്വാസത്തിന് അനുസരിച്ചുള്ള ഫലം പുറപ്പെടുവിക്കുന്നില്ല. ശരിയല്ലേ? നമ്മിൽ വന്നു വീണ വചനത്തിന്റെ വിത്തുകൾ കാക്കകൾ വന്ന് കൊത്തിപ്പറിക്കുകയും കളകൾ ഞെരുക്കി കളയുകയും ചെയ്യുന്നു. അവിടെയാണ് ജീവിതത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ മാത്രം വിശ്വാസത്തിലേക്ക് കടന്നു വന്നവരുടെ ദൈവസ്നേഹവും വചനാധിഷ്ഠിതമായി ജീവിക്കാനുള്ള സന്നദ്ധതയും നമ്മെ അതിശയിപ്പിക്കുന്നത്. തങ്ങൾക്ക് ലഭിച്ച വിളിയെ അവർ അവഗണിക്കുന്നില്ല. തങ്ങൾക്ക് ലഭിച്ച ഭാഗ്യത്തെ അവർ തിരസ്കരിക്കുന്നുമില്ല. എന്തൊക്കെ വന്നാലും ജീവിതത്തിൽ ക്രിസ്ത്യാനിയായി തന്നെ ജീവിക്കുമെന്ന് അവർ ശപഥമെടുക്കുന്നു. എന്തൊക്കെ നഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും അതൊന്നും അവരെ നഷ്ടധൈര്യരാക്കുന്നുമില്ല. കെന്റുകുടയിലെ അത്തരം ക്രൈസ്തവ വിശ്വാസികളുടെ പ്രതിനിധികളിൽ ഒരാളായിരുന്നു നാം തുടക്കത്തിൽ കണ്ട സമരു മഡ്ഗാമി. അതിന് അവൻ നൽകിയ വിലയായിരുന്നു സ്വജീവൻ. നന്നേ ചെറുപ്പത്തിൽ തന്നെ അമ്മയെ നഷ്ടപ്പെട്ട സമരു അച്ഛൻ ഉങ്ക മഡ്ഗാമിയുടെ സംരക്ഷണയിലാണ് വളർന്നു വന്നത്. തങ്ങളുടെ ഗ്രാമത്തിലെ ഒരു ന്യൂനപക്ഷത്തെ പോലെ സമീപകാലത്തായി ക്രിസ്തുവിശ്വാസം സ്വീകരിച്ചവരായിരുന്നു ഉങ്കയുടെ കുടുംബവും. അച്ഛന്റെ മതവിശ്വാസവും പ്രാർത്ഥനകളും സമരുവിനെയും സ്വാധീനിച്ചു. അങ്ങനെ ക്രിസ്തീയ വിശ്വാസങ്ങളോട് ആഭിമുഖ്യമുള്ളവനായും ക്രിസ്തീയ പ്രാർത്ഥനകൾ ഹൃദ്യസ്ഥമാക്കിയുമുള്ള ആത്മീയ ജീവിതമാണ് സമരു നയിച്ചിരുന്നത്. ഉങ്ക ഒരു പ്രാദേശിക സഭയിലെ ശുശ്രൂഷകനായിരുന്നു എന്നത് തിരുവചനാധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നതിന് സമരുവിനെ കൂടുതൽ സഹായിച്ച ഘടകമായിരുന്നു. പക്ഷേ പറയുന്നതുപോലെ അത്ര എളുപ്പമായിരുന്നില്ല കാര്യങ്ങൾ. ഗ്രാമത്തിലെ ഒറ്റപ്പെട്ട ചില കുടുംബങ്ങളെ പോലെ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ സമരവും അച്ഛനും കടുത്ത വിവേചനങ്ങളും താക്കീതുകളും നേരിടേണ്ടി വന്നു. ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിച്ച് തിരികെ വരണമെന്ന രീതിയിലുള്ള സമ്മർദ്ദങ്ങളും ഭീഷണികളും ഉണ്ടായിരുന്നു. അച്ഛൻ ഉങ്ക അതിന് വഴങ്ങിയിരുന്നില്ല. അതിനേക്കാൾ ധീരമായ നിലപാടാണ് ഇക്കാര്യത്തിൽ വെറും 14കാരനായിരുന്നിട്ടും സമരവും പുലർത്തിയത്. സുവിശേഷ പ്രഘോഷകരിൽ ചിലരുടെയെല്ലാം മക്കൾ സുവിശേഷത്തിന് വിരുദ്ധമായ ജീവിതമാണ് നയിക്കുന്നത്. അവിടെയാണ് സമരു ഒരു അപവാദമാകുന്നത്. അച്ഛനിൽ നിന്നും പകർന്നു കിട്ടിയ വിശ്വാസം അവൻ ഏറ്റെടുത്തു. എന്തൊക്കെ പ്രതിബന്ധങ്ങളിലൂടെയും ഭീഷണികളിലൂടെയും കടന്നുപോയിട്ടും തന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. പ്രാദേശിക പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ സജീവമായി പങ്കെടുത്തു. കുട്ടികളോടും യുവജനങ്ങളോടും വചനം പങ്കുവച്ചു.
എത്രയോ പ്രചോദനാത്മകമായ കൗമാരം. ഇത് കാണുന്നവരിൽ എത്ര പേരുടെ മക്കൾ സുവിശേഷത്തിന് വേണ്ടി ദാഹിക്കുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്? മക്കളുടെ അത്തരമൊരു സന്നദ്ധതയെ പ്രോത്സാഹിപ്പിക്കുന്ന എത്ര മാതാപിതാക്കന്മാരുണ്ട്? തങ്ങളുടെ മക്കൾ സുവിശേഷ പ്രഘോഷകരായി ജീവിക്കണമെന്ന് എത്ര മാതാപിതാക്കൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട്? സമൂഹത്തിൽ ഉയർന്ന പദവിയും പൊതുസമൂഹത്തിന്റെ സ്ഥാനമാനങ്ങളും ഒന്നുപോലെ ലഭിക്കുന്ന ഏതെങ്കിലും ഒരു പ്രൊഫഷണലാക്കി മക്കളെ മാറ്റണമെന്നാണ് ഭൂരിപക്ഷം മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത്. തങ്ങളുടെ മക്കൾ സുവിശേഷ പ്രഘോഷകരായി മാറണമെന്ന് വളരെ കുറച്ചുപേർ മാത്രമേ ആഗ്രഹിക്കാറുള്ളൂ. അവിടെയാണ് ഉങ്കയും മകൻ സമരുവും നമുക്ക് പ്രചോദനമായി തീരുന്നത്. സമരു തുടർച്ചയായ ഭീഷണികൾ നേരിട്ടുകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു അന്ന് പാതിരാത്രിയിൽ വീട്ടിലെത്തി ശത്രുക്കൾ അവനെ ബലാത്കാരമായി തട്ടിക്കൊണ്ടുപോയത്. സമരുവിനോടൊപ്പം 2 ബന്ധുക്കൾ കൂടെ ഉണ്ടായിരുന്നു എങ്കിലും അവർ എങ്ങനെയോ അക്രമികളുടെ കൈകളിൽ നിന്നും രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടവർ സംഭവത്തെക്കുറിച്ച് പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. എങ്കിലും വനത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ സമരുവിനെ കണ്ടെത്തുകയായിരുന്നു. ക്രൂര മർദ്ദനത്തിന് ഇരയായിട്ടാണ് സമരു മരിച്ചത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയത്. മാത്രവുമല്ല, കുഴിച്ചിട്ട നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയതും. ഒഡീഷയിൽ ക്രൈസ്തവർക്ക് നേരെ നിർബാധം നടന്നുകൊണ്ടിരിക്കുന്ന പീഡനങ്ങളുടെ അക്രമങ്ങളുടെ ഒരു ഇര അതായിരുന്നു സമരു. പക്ഷേ ഭരണകൂടം അപ്രകാരം അതിനെ അംഗീകരിച്ചില്ല. ക്രൂരമായി മർദ്ദിക്കപ്പെട്ടതുകൊണ്ടാണ് സമരു കൊല്ലപ്പെട്ടതെന്ന് അധികാരികൾ സമ്മതിക്കുമ്പോൾ തന്നെ അതിൽ ക്രിസ്തീയ വിശ്വാസം കടന്നുവരാതിരിക്കാൻ അവർ ശ്രദ്ധിച്ചിരുന്നു. അച്ഛൻ ഉങ്കയുടെ മന്ത്രവാദത്തിന്റെ പേരിലാണ് സമരു കൊല്ലപ്പെട്ടത് എന്നും മകനും ഒരു മന്ത്രവാദിയാണെന്ന് സംശയിച്ചാണ് കൊലപ്പെടുത്തിയത് എന്നുമായിരുന്നു പോലീസ് ഭാഷ്യം. സമരുവിന്റെ മരണത്തിൽ പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ട് ഓൾ ഇന്ത്യ ക്രിസ്ത്യൻ കൗൺസിൽ പ്രസിഡന്റ് സമർപ്പിച്ച ഹർജിക്ക് മറുപടിയായി പോലീസ് നൽകിയ വിശദീകരണം ഇപ്രകാരമായിരുന്നു: ഇരയുടെ പിതാവ് ഉങ്ക മഡ്ഗാമി ഒരു മന്ത്രവാദിയാണെന്ന് സംശയിച്ചാണ് പ്രതികൾ ആക്രമണം നടത്തിയത്. 16 ഗ്രാമീണരെ കൊന്നൊടുക്കിയ ആളാണ് ഉങ്ക മഡ്ഗാമി. പ്രതികാരമായി പ്രതികൾ അയാളെ കൊല്ലാൻ ശ്രമിച്ചു. പക്ഷേ ആക്രമണം അവസാനിച്ചത് സമരു മഡ്ഗാമിയുടെ മരണത്തിലാണ്. കൊലപാതകവുമായി ബന്ധപ്പെട്ട 6 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കോടതിയിൽ നിന്നും വാദം കേൾക്കുന്നതിനായി അവർ ഇപ്പോൾ ജയിലിലാണ്. സമരുവിനെ ക്രൂരമായി കൊലപ്പെടുത്തിയതായി ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് തന്റെ മറുപടി കത്തിൽ സമ്മതിച്ചിട്ടുണ്ട്. എങ്കിലും പ്രായപൂർത്തിയാകാത്തയാളുടെ മരണം മന്ത്രവാദത്തിനായുള്ള പ്രതികാരത്തിന്റെ ഫലമാണെന്ന അവരുടെ അഭിപ്രായം ക്രൈസ്തവരെ നിരാശരാക്കി. യാഥാർത്ഥ്യങ്ങളിൽ നിന്നുള്ള വ്യതിചലനമായിരുന്നു പോലീസ് ഭാഷ്യം. മഡ്ഗാമി കുടുംബം മന്ത്രവാദം ചെയ്യുന്നവരായിരുന്നില്ല. സമരുവിന്റെ പിതാവ് ഒരു പാസ്റ്ററാണ്. മന്ത്രവാദത്തിന്റെ പേരിൽ കൊല്ലപ്പെട്ടുവെന്ന് പോലീസ് ആരോപിച്ച 16 പേരുടെയും കേസുകൾ പോലീസിൽ റിപ്പോർട്ട് ചെയ്യാത്തതോ വിഷയം നേരത്തെ അന്വേഷിക്കാത്തതോ എന്തുകൊണ്ട്? പാസ്റ്ററുടെ മന്ത്രവാദം മൂലമാണ് അവർ കൊല്ലപ്പെട്ടത് എന്നതിന് എന്ത് തെളിവാണുള്ളത്? ക്രൈസ്തവർ ചോദിക്കുന്നു. വിശ്വാസം കാരണം മകനെ നഷ്ടപ്പെട്ട സമരുവിന്റെ പിതാവിന് നീതി നടത്തിക്കൊടുക്കുന്നതിന് പകരം കൊലപാതകത്തിന്റെ കാരണം വഴിതിരിച്ചു വിടുകയാണ് പോലീസ് ചെയ്തത് എന്നത് അക്ഷന്തിവ്യമായ പിഴവാണ്. പ്രദേശത്തെ ക്രിസ്ത്യാനികൾക്കെതിരായ അസഹിഷ്ണുതയും മുൻവിധിയുമാണ് ഇവിടെ വെളിവാക്കപ്പെടുന്നത്. നിയമപാലകർ അദ്ദേഹത്തിന്റെ ക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ച എല്ലാ സാഹചര്യങ്ങളും പരിഗണിക്കുകയും സമഗ്രവും നിഷ്പക്ഷവുമായ അന്വേഷണത്തിന് പ്രതിജ്ഞാബദ്ധരാകുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഗ്രാമത്തിലെ ക്രിസ്ത്യാനികൾക്ക് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കാൻ സമരു കേസിൽ നീതി അനിവാര്യമാണ്. ലോക്ക്ഡൌണിന്റെ നിർബന്ധിത നിശബ്ദതയിൽ വെളിച്ചത്തുവന്ന ഏറ്റവും ഹീനവും ഭയാനകവുമായ ക്രിസ്ത്യൻ വിരുദ്ധ അക്രമമായിട്ടാണ് സമരുവിന്റെ കൊലപാതകത്തെ ഇന്ത്യയിലെ ക്രൈസ്തവ പൗരാവകാശ പ്രവർത്തകർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. നിരവധി സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ വിവിധ അളവിലുള്ള അക്രമങ്ങളുടെ അനന്തമായ പരമ്പരയുണ്ടായിട്ടുണ്ട്. കാണ്ടമാലിൽ ക്രിസ്ത്യാനികൾക്കെതിരായ ക്രൂരമായ ആക്രമണങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചിട്ടും ഒഡീഷയിൽ തുടരുന്ന ക്രിസ്ത്യാനികളോടുള്ള അസഹിഷ്ണുതയിലും അക്രമത്തിലും ക്രൈസ്തവ ലോകം വളരെയധികം ആശങ്കാകുലരാണ്.
ഒഡീഷയിലെ ഗ്രാമങ്ങളിലെ ക്രിസ്ത്യൻ സമൂഹത്തെ തുടച്ചു നീക്കാൻ ഒരു വ്യവസ്ഥാപിത പദ്ധതിയുണ്ട്. പക്ഷേ ആ പദ്ധതി വേണ്ടത്ര പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടുന്നില്ല. ന്യൂനപക്ഷങ്ങൾക്കെതിരായ വിദ്വേഷത്തിന്റെയും കുറ്റകൃത്യങ്ങളുടെയും ഉറവിടങ്ങൾ തിരിച്ചറിയുകയും ഉത്തരവാദികളായവരെ കണ്ടെത്തുകയുമാണ് അധികാരികളുടെ കടമ. കണ്ടമാൽ ആക്രമം ഒരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല. പ്രദേശത്തെ ക്രിസ്ത്യാനികൾ വർഷങ്ങളായി പീഡിപ്പിക്കപ്പെടുകയും ഭീഷണിപ്പെടുത്തപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയും കൂട്ടക്കൊലയിലേക്ക് നയിച്ച വർദ്ധിച്ചുവരുന്ന മതപരമായ അസഹിഷ്ണുതയുടെ മുന്നറിയിപ്പ് സൂചനകൾ പ്രാദേശിക അധികാരികൾ അവഗണിക്കുന്നത് കൊണ്ടുമാണ് സമാനമായ സംഭവങ്ങൾ ഇന്നും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 14-ാം വയസ്സിൽ സമരു മൃഗീയമായി കൊല്ലപ്പെട്ടത് മറ്റൊന്നിന്റെയും പേരിലായിരുന്നില്ല, അവന്റെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ പേരിലായിരുന്നു. സമ്മർദ്ദങ്ങൾക്ക് വേണമെങ്കിൽ അവന് വശംവദനാകാമായിരുന്നു. ഭീഷണികളെ തുടർന്ന് അവന് തന്റെ ക്രിസ്തീയ ജീവിതം അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷേ രണ്ടിനും അവൻ തയ്യാറായില്ല. വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നത് പോലെ പാറപ്പുറത്ത് വീട് പണിത വിവേകിയായ മനുഷ്യനെ പോലെയായിരുന്നു സമരു. കാറ്റടിച്ചിട്ടും വെള്ളപ്പൊക്കമുണ്ടായിട്ടും ആ വീട് തകർന്നില്ല. ക്രിസ്തുവാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ട ബലവത്തായ വീടായിരുന്നു അത്. നിസാരമായ ഭീഷണിക്കും പ്രലോഭനത്തിന്റെ അപ്പത്തുണ്ടിനു വേണ്ടിയും ക്രിസ്തീയ വിശ്വാസം തള്ളിപ്പറയാൻ ലജ്ജയോ മടിയോ ഇല്ലാത്ത നമ്മൾ ഭൂരിപക്ഷത്തിനിടയിലാണ് ഒരു 14-കാരൻ തന്റെ വിശ്വാസത്തിന് വേണ്ടി ജീവൻ വരെ നഷ്ടപ്പെടുത്തിയത്. എത്രയോ വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ അർഹതയുള്ള ഒരുവനാണ് വിടരും മുൻപേ കൊഴിഞ്ഞു വീണത്. സമരവിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ നമുക്ക് ആദരവോടെ ശിരസ് നമിക്കാം. അവന്റെ വിശ്വാസ ധീരത നമ്മുടെ ആത്മീയ ജീവിതത്തിന് കരുത്തും ശക്തിയും തിരുത്തലും താക്കീതും നൽകിയിരുന്നുവെങ്കിൽ